യുകെയിലെ ILR 5 വർഷം നിന്ന് 10 വർഷം ആക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു പെറ്റീഷൻ നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ ഡിബേറ്റ് ഇന്ന് നടന്നിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, മുന്നേ നടന്ന ഡിബേറ്റ് പോലെ നമ്മളെ മൈൻഡ് ആക്കാത്ത രീതിയിലായിരുന്നില്ല ഇപ്രാവശ്യത്തെ ഡിബേറ്റ്. അത്യാവശ്യം എല്ലാ MPമാരും അവരുടെ കൺസേൺസ് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഹെൽത്ത് കവേഴ്സിനും അതുപോലെ തന്നെ സ്കിൽഡ് വർക്കേഴ്സിനും ILR തീർച്ചയായിട്ടും 5 വർഷം കൊണ്ട് കൊടുക്കണം. കാരണം ബോറിസ് വേവ് എന്ന് പറയുന്നത് ഇവിടെ കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് ആളുകൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മിഡ് ജേണി റൂൾ ചേഞ്ച് എന്നുള്ളത് അൺഫെയർ ആണ്, അൺബ്രിട്ടീഷ് ആണ്. ഇത് ഫാമിലിക്കുള്ള പ്രശ്നങ്ങൾ വരും, അതുപോലെ തന്നെ ഇവരുടെ മോർഗേജിൻ്റെ പ്രശ്നങ്ങൾ, മെൻ്റൽ ഇഷ്യൂസ്, അവരുടെ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ എല്ലാം ഇവരിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷിക്കാൻ വകയില്ലെങ്കിൽ സമാധാനിക്കാൻ വകയുണ്ട്. കാരണം ഒരുപാട് MPമാർ നമുക്ക് ILR 5 വർഷം തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് വാദിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെ ഒരു റൂളും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും പബ്ലിക് കൺസൾട്ടേഷൻ ഏൺഡ് സെറ്റിൽമെന്റ് നവംബർ മാസത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഫെബ്രുവരി 12 വരെ ഓപ്പൺ ആണ്. ആ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മിനിസ്ട്രി ബോർഡ് തീരുമാനിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഏപ്രിൽ 2026 ശേഷം മാത്രമാണ് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ നടന്ന ഡിബേറ്റ് കൊണ്ട് യാതൊരു ഡിസിഷനും എടുത്തിട്ടില്ല, യാതൊരു റൂൾ ചേഞ്ചും ഉണ്ടായിട്ടില്ല, യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. സോ ഒരിക്കലും നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. സ്റ്റേ അപ്ഡേറ്റഡ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളൂ.